آله وصحبه الفائزين ما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനപ്പെട്ട പരിപാടിയുടെ അധ്യക്ഷൻ CP ഉസ്താദ്, മിസ്ബാഹി തുടങ്ങിയ പണ്ഡിത നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, കാസർഗോഡ് ജില്ലക്ക് അഭിമാനമായ രണ്ട് മഹത്തുക്കൾ അന്തിയുറങ്ങുന്ന ഒരു പ്രശസ്തമായ നാടാണ് പഴയ കടപ്പുറം. ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് അല്ലാഹു തആല ദറജ ഉയർത്തുമാറാകട്ടെ. അതുപോലെ തന്നെ അഭിവന്ദരായ ആലമ്പാടി ഉസ്താദ്, അവരെയും നമ്മയും എല്ലാവരെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. ആ മഹത്തുക്കളുടെ പാദസ്പർശനമേറ്റ, അവരുടെ ബറക്കത്ത് നേടിയ ഒരു പ്രദേശമെന്ന നിലയിൽ അവർ കാണിച്ചു തന്ന മാർഗം പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന സുന്നികളാണ് നാം എല്ലാവരും. നമുക്ക് മാർഗദർശനം കണ്ടെത്താൻ, അവലംബിക്കാൻ മറ്റാരെയും തേടിപ്പോകേണ്ട ആവശ്യമില്ല. ആ നിലക്ക് അനുഗ്രഹീതമായ ഒരു നാട്ടിൽ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടെന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമറുൽ ഫാറൂഖ്, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, ദറജ ഉയർത്തുമാറാകട്ടെ. ആമീൻ. എന്തുകൊണ്ടും ഒരു പ്രവർത്തകന് മാതൃകയാക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ, ആ പ്രിയപ്പെട്ട സുഹൃത്ത് മരണപ്പെട്ട സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. പക്ഷെ ഇവിടെ കൂടിയ എല്ലാവർക്കും ആ വ്യക്തിയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രം. എല്ലാവരെയും കൈയടക്കിയതുപോലെ, എല്ലാവർക്കും വേണ്ടി എന്തോ ചെയ്തതുപോലെ, എല്ലാവർക്കും ഉമർ ഫാറൂഖിന്റെ മഹത്വം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട്? അദ്ദേഹം വലിയ ധനാഢ്യനായി ഒരുപാട് മുതലുകൾ വാരിക്കൊടുത്തത് കൊണ്ടല്ല, അതല്ലാതെ ഒരു പ്രഭാഷകനോ അല്ലെങ്കിൽ ഒരു ആത്മീയ നേതാവോ ഒരു ദുആ മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുന്ന ആളുമായിരുന്നില്ല. വെറും ഒരു സാധാ പ്രവർത്തകൻ, വണ്ടിയോട്ടിയും കഷ്ടപ്പെട്ടും ജീവിച്ചിരുന്ന പ്രവർത്തകൻ. ആ പ്രവർത്തകനെക്കുറിച്ച് ഇത്രമാത്രം വാചാലമായി സമൂഹത്തിന് പറയാനുണ്ടായത് ആ വ്യക്തി ചെയ്ത സാമൂഹിക സേവനം കൊണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. പരിശുദ്ധ ഇസ്ലാമിൽ ജിഹാദ് സേവന പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവനം. ആ പ്രവർത്തനങ്ങളെ കൊണ്ട് ജനങ്ങളെ മുഴുവനും കൈയടക്കാൻ പ്രിയപ്പെട്ട ഉമറുൽ ഫാറൂഖിന് കഴിഞ്ഞെങ്കിൽ
എന്തുകൊണ്ടും ഈ ജനങ്ങളുടെ മുഴുവനും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഈ വലിയ വലിയ മജ്‌ലിസുകളിൽ വെച്ച് അദ്ദേഹത്തിന് പ്രാർത്ഥന നടത്തുന്നു. ഇതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്, ഞാനും ഈ ലോകത്തോട് വിട പറയേണ്ടവനാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ആലേഖനം ചെയ്യുവാൻ വേണ്ടി എന്താണ് ഈ നാട്ടുകാർക്കുള്ളത്? എന്നെക്കുറിച്ച് സ്മരിക്കാൻ, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്താണ് ഞാൻ ചെയ്തത് എന്നതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ വേണ്ടി നാം ഈ സദസ്സ് ഉപയോഗപ്പെടുത്തണം. ഉമറുൽ ഫാറൂഖിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ദുആ നടത്തി വഅദ് കേട്ടുകൊണ്ട് പിരിഞ്ഞു പോയത് കൊണ്ടായില്ല. ഞാൻ ഈ നാട്ടുകാരനെ സ്മരിക്കാൻ, അല്ലെങ്കിൽ അല്ലാഹു എന്നെ ഖബൂൽ ചെയ്യണമെങ്കിൽ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത്? അതിനെക്കുറിച്ച് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടിയായി പരിപാടിയെ നാം ഉപയോഗപ്പെടുത്തുക. അതാണ് നമുക്ക് ആവശ്യം. അതല്ലാതെ കൂടിപ്പിരിഞ്ഞതുകൊണ്ടായില്ല. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതം, നമ്മുടെ തിരക്കിനൊരിക്കലും അവസാനമുണ്ടായില്ല. എന്താണ് തിരക്ക്? നമ്മുടെ വീട്ടിന്റെ കാര്യം, ഭാര്യയും മക്കളെയും സംരക്ഷിക്കേണ്ട കാര്യം. ഇങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന സമയത്ത് എത്രയോ അയൽവാസികൾ പട്ടിണി കിടക്കുന്നുണ്ട്. ആർഭാടവും കൂത്താടങ്ങളും നടത്തിക്കൊണ്ട് വിവാഹമാമാങ്കം നടക്കുമ്പോൾ തന്റെ അയൽവക്കത്തുള്ള പെൺകുഞ്ഞ് 20, 25, 28, 32 വയസ്സായ പെൺകുട്ടി ഗതിയില്ലാത്തതിന്റെ പേരിൽ, സ്വർണം നൽകാൻ കഴിയാത്തതിന്റെ പേരിൽ അതാ കല്യാണം നിഷേധിക്കപ്പെട്ടവർ, രോഗത്തിന് ചികിത്സിക്കാൻ വഴിയില്ലാത്തവർ, പൂർണ്ണമായും വിഷപ്പടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന എത്ര സഹോദരന്മാർ നമ്മുടെ പരിസരത്തുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നാം ചിന്തിക്കേണ്ട വസ്തുത അതാണ്. അതാണ് ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ കൊണ്ട് നമുക്ക് പാഠമാക്കാനുള്ളത്, പാഠം ഉൾക്കൊള്ളാനുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയും നമുക്ക് ഒരുപാട് ഉമറുൽ ഫാറൂഖുമാർ വേണം. അതാണ് ഈ സമൂഹത്തിന് ആവശ്യം. അല്ലാഹുവിന്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പൊരുത്തത്തിനെ ആഗ്രഹിച്ചുകൊണ്ട്, പേരിനോ പ്രശസ്തിക്കോ ജനങ്ങളുടെ നല്ലത് പറയുവാൻ വേണ്ടി അല്ലാതെ, എനിക്ക് നാളെ പാരത്രിക ലോകത്തേക്കെത്തുമ്പോൾ എന്റെ അജണ്ടയിൽ, എന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തേണ്ടത് എന്നുള്ള ബോധമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ നമുക്ക് വേണ്ടത്. നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അത് വാക്കുകൊണ്ടാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും നമ്മെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ടാകണം. ആ നിലക്ക് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന സജ്ജനങ്ങൾ നിങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. SYSന്റെ 60ാം വാർഷികമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 60 വർഷമായി ഈ സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട്, ഒരുപാട് ഉമറുൽ ഫാറൂഖുമാരെ സമൂഹത്തിന് സംഭാവനകൾ നൽകിക്കൊണ്ട് പ്രവർത്തിച്ച ഈ മഹത്തായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ 60ാം വാർഷികം നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ അനുബന്ധ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായി SYS നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാന്ത്വനം പദ്ധതികൾ, അൽഹംദുലില്ലാഹ്, പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട്, രോഗിക്ക് ചികിത്സ നൽകിക്കൊണ്ട്, സഹായങ്ങൾ നൽകിക്കൊണ്ടുള്ള ബൃഹത്തായ പദ്ധതികളാണ് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തു വരെ ഈ സംഘടന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും വർഷങ്ങളായി സ്വാന്തനത്തിന് വേണ്ടി പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് SYS നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കമെന്ന നിലയിൽ ഇവിടെ വീൽ ചെയർ വിതരണം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് വീൽ ചെയറുകൾ ആവശ്യമുള്ളവരുണ്ട്. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, മരുന്ന് വാങ്ങാൻ വഴിയില്ലാത്തവരുണ്ട്. അവർക്ക് നമുക്ക് സംവിധാനങ്ങളുണ്ട്. SYS സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ പാവപ്പെട്ടവർക്ക് മരുന്ന് നൽകാൻ സംവിധാനങ്ങളുണ്ട്. സാമ്പത്തികമായ സഹായമുണ്ട്, വിവാഹ സഹായമുണ്ട്, വീടിന് സഹായമുണ്ട്. എല്ലാ സഹായങ്ങളും SYS നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, SYSന്റെ പ്രവർത്തനങ്ങളുമായി, SSFന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മഹാനായ മർഹൂം മഞ്ഞനാടി ഉസ്താദ് അവർകൾ, മഹാനായ മർഹൂം ആലമ്പാടി ഉസ്താദ് അവർകൾ,
അവർ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവരെ ഈ പ്രസ്ഥാനത്തിനെ നയിച്ചവരാണ്. അവരെ പിന്നിൽ അണിനിർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, ആലമ്പാടി ഉസ്താദിന്റെ പേരിൽ ഒരു സ്മാരകമായി നമ്മുടെ സുന്നി സെന്ററിന്റെ പണി പുരോഗമിച്ചു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിന്റെ അഭിമാനമാണ്. എല്ലാവരും ആ സംരംഭമായി സഹകരിച്ചുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ നൽകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സംസാരിക്കാനുള്ള പ്രയാസവും ഹംസ മിസ്ബായിയുടെ തിരക്കുമൊക്കെ പരിഗണിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുവന്യരായ ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته.